എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ഹോണ്ടയുടെ 2024 മോഡൽ SP125 ആണ്. അപ്പോൾ 125cc കാറ്റഗറിയിൽ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻ ഉള്ളതും അതുപോലെ തന്നെ ബെസ്റ്റ് മൈലേജ് കിട്ടുന്നതും ഒരു വാല്യൂ ഫോർ മണിയായിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഈ ഒരു SP125 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2024 മോഡലിൻ്റെ ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് പറയാന്ന് വെച്ചാൽ നമ്മളൊരു കയറ്റം ഓടിച്ചു നോക്കുന്നുണ്ട്, കട്ടറൊക്കെ ഉള്ള റോഡിൽ ഓടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അതുപോലെ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഒരു 125cc കാറ്റഗറി പെടുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുള്ളിയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. കാരണം എല്ലാവരുടെയും ഇപ്പം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഒരുപാട് കയറ്റമൊക്കെ ഉള്ള റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും പെർഫോമൻസിൽ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോട്ട് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്നതാണ് 2024 മോഡൽ SP125. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിൽ വെച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നല്ല മൈലേജ് കിട്ടുന്ന വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു 125cc കാറ്റഗറിയിലെ ഒരു ബൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയാണ് SP125 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 2024 മോഡലാണ്. ജസ്റ്റ് കാണിച്ചാൽ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ കേസിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2024 എന്നുള്ള ആ ഒരു ഇത് കാണാൻ പറ്റുന്നതാണ്. 21/1/2024 നമ്മൾ ഈ വണ്ടി മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ റീസെൻ്റായിട്ട് കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെയുള്ള മോഡലിൽ നിന്ന് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് അലോവീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, നമുക്ക് ടെലിസ്കോപ്പ് സസ്പെൻഷൻ ഉണ്ട്. ബാക്കിലായിട്ട് നമുക്ക് 2 ഷോക്കാണ് വരുന്നത്. 2 നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റെഡ് കളർ സ്പ്രിങ്ങോട് കൂടിയ ഷോക്കാണ് വരുന്നത്. നമുക്ക് സെൽഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിക്കർ സ്റ്റാർട്ടും ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈലൻസർ നോക്കിയാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോർട്ടി ലുക്കാണ് വണ്ടിക്ക് ടോട്ടലി കൊടുത്തിരിക്കുന്നത്. ടാങ്കിലായിട്ട് 3D എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് SP125 എന്നുള്ള സ്റ്റിക്കറും. നമുക്ക് ഇത് പല കളർ വേരിയൻറ്റിൽ, അതായത് നമ്മുടെ ഈ ഗ്രാഫിക്സ് ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലൊരു വേരിയൻ്റാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് 3 വേരിയൻറ്റിലാണ് മൊത്തത്തിൽ കിട്ടുന്നത്. അതായത് നമുക്ക് ഡിസ്ക് വരുന്ന വേരിയൻ്റുണ്ട്, അതുപോലെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷനുണ്ട്, ഡ്രം ബ്രേക്ക് വരുന്ന വേരിയൻറ്റും ഈ ഒരു മോഡലിൽ നമുക്ക് SP125 വരുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിരവധി 125cc കാറ്റഗറിയിൽ പെടുന്ന ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു എഞ്ചിൻ ക്വാളിറ്റിയാണ്. ഹോണ്ടയുടെ വണ്ടിയുടെ എഞ്ചിൻ ക്വാളിറ്റി നമുക്ക് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് നല്ലൊരു എഞ്ചിൻ ക്വാളിറ്റി ഉള്ള വണ്ടി കൂടിയാണ്. നല്ല സ്മൂത്ത് റൈഡിങ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ഉള്ളതിൽ വെച്ച് ഒരു പോരായ്മ എല്ലാവരും പറഞ്ഞു, ഇതിൻ്റെ ബാക്കിലെ ടയർ ഉള്ളിത്തുള്ള അത്രയും ചെറിയ ടയറാണെന്ന് എല്ലാവരും ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബാക്കിൽ നിന്നുള്ള വൃത്തികളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഒരു പുതിയൊരു ഡിസൈനാണ് ടയറിൽ കൊടുത്തിരിക്കുന്നത്. SP125 തന്നെ 2 ടൈപ്പ് ടയർ വരുന്ന മോഡൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2 ടൈപ്പ് ടയർ എന്ന് വെച്ചാൽ ടയറിൻ്റെ പാറ്റേൺ 2 ടൈപ്പ് കിട്ടുന്ന നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് LED ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ഈ ടൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹാലജൻ ബൾബാണ്. എന്നാൽ കുറച്ചുകൂടെ ഡിസൈൻ കുറച്ചുകൂടെ അടിപൊളി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടൈലൈറ്റ്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ നോക്കിയാലും അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. ഈ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് ലേഡീസിനൊക്കെ ചവിട്ടിയിരിക്കാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സാരി കാർഡ് നൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ നോക്കിക്കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് ബാക്കിയെല്ലാം മേപ്പോട്ടുള്ള ആ ഒരു യൂണിവേഴ്സൽ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം അഗ്രസീവ് ലുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കയറി ഇരുന്നിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. നിവർന്ന് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ 2 കാലും ഫ്ലാറ്റ് ഫുട്ടാണ്. നിലത്ത് നമുക്ക് ചവിട്ടിയിരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഇരുന്നിട്ടൊന്ന് ഇന്നിച്ചിരിക്കാനും കൂടി പറ്റുന്നുണ്ട്. ബ്ലാക്ക് കളർ ഫിനിഷിൽ വരുന്ന ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് നോക്കിയാലും പ്രീമിയം തന്നെയാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് പാസ് ലൈറ്റ്, ഡിമ്മ് ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോണ് അത്യാവശ്യം ഡീസൻ്റായിട്ട് ഹോണ്. ഈ സൈഡിൽ വരുന്നത് കിൽ സ്വിച്ച് വിത്ത് സെൽഫാണ് വരുന്നത്. മീറ്റർ നോക്കിയാലും ഫുള്ളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്യുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്കോ എന്ന് എഴുതിയൊക്കെ ഇവിടെ എക്കോ എന്നുള്ളൊരു ഒരു 3 ലൈറ്റ് കത്തുന്നതാണ്. അതേ സമയത്താണ് നമുക്ക് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓടിച്ച് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ മീറ്ററിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ സ്പീഡിൻ്റെ ഫ്യൂവലിൻ്റെ വരുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ ട്രിപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. ട്രിപ്പ് A കൊടുത്തിട്ടുണ്ട്, അതുപോലെ ട്രിപ്പും B കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ റിയൽ ടൈം മൈലേജ് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ഭാഗമാണ് ഈ 3 റൂട്ട് കൊടുത്തിരിക്കുന്നത്. റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ് അറിയാൻ പറ്റും. അതാണ് നമുക്ക് AVG എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഡിസ്റ്റൻസ് ടു MT കൊടുത്തിട്ടുണ്ട്. അതായത് റേഞ്ച് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇത്ര 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതിൻ്റെ ഒക്കെ അറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു നോർമലായിട്ടുള്ളൊരു ഡിജിറ്റൽ മീറ്റർ, ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് അത്യാവശ്യം കട്ടറുള്ള റോഡാണ്. ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എടുക്കാൻ പോകുന്നവർക്ക് ഏറ്റവും ഒരു ഉപകാരമായിരിക്കും ഈ കട്ടറുള്ള റോഡ്. കയറ്റൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഈ വണ്ടിക്ക് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ കാണുന്ന പോലെ ഗിയർ ഇൻഡിക്കേഷൻ ബോക്സിൽ കൊടുക്കുന്നത് അതൊക്കെ വളരെ നൈസാണ്. അതായത് എല്ലാ വണ്ടിയിലും ഇപ്പോൾ നോർമലി കൊടുക്കുന്നതാണ്. ഇനി എടുത്ത് പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന അത്യാവശ്യം നല്ലൊരു ഏറ്റവും വണ്ടിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം വളരെ സ്മൂത്തായിട്ട് വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത തന്നെ. എന്നാൽ വൈബ്രേഷൻ ഇല്ലാന്നുള്ള എഞ്ചിനല്ല, വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വളരെ സ്മൂത്തായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കയറ്റം കയറി വന്നത്. അപ്പം ആ കാര്യത്തിൽ ഡൗട്ട് അടിക്കേണ്ട. പുള്ളിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും വണ്ടിക്ക് വരുന്നില്ല. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു ഷോക്കിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് സോഫ്റ്റ് വെയറുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കയറ്റങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസോ ഹോണ്ട കൊടുത്തിട്ടില്ല. 125 cc കാറ്റഗറിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനാണ്. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം മൈലേജ് എന്ന് പറയുമ്പോൾ 75 to 80 വരെ കൺഫേം ആയിട്ടുള്ള മൈലേജും കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് നമുക്ക് കിട്ടും. അത് ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ടെസ്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയ മൈലേജും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു കയറ്റം വന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ പകുതി കൊണ്ട് നിർത്തിയിട്ടൊന്ന് എടുത്ത് നോക്കാം. കൊണ്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അത് വിത്ത് കോമ്പി ബ്രേക്കാണ് വരുന്നത്. അതും സീനൊന്നുമില്ല. നമ്മുടെ ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലൂടെ ഒരു ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ടെക്നോളജിയാണ്. ഹോണ്ടയുടെ പേറ്റൻ്റ് ടെക്നോളജിയാണ്. അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു പില്ലിനെ വെച്ചിട്ടാണ്. ഫ്രണ്ട് നൈസായിട്ട് പൊങ്ങിപ്പോകുന്നുണ്ട്. അത്രയും പുള്ളിങ് വണ്ടി ചെയ്യുന്നുണ്ട്. ഒരു സീനും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കയറി വന്നിട്ടുണ്ട്. നമ്മൾ നിർത്തിയിട്ട് എടുക്കുമ്പോൾ പോലും ആ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ്, അതായത് ആ ഒരു പവറിൻ്റെ ഇതിൽ ഒരു കുഴപ്പവും വരുന്നില്ല. ഞാനീ പറഞ്ഞ പോലെ ഇതിൻ്റെ വിലയും മൈലേജുമാണ് ഈ ഒരു വണ്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 1,15,000 രൂപയ്ക്കായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡൽ ഡിസ്ക് മോഡൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. ആ ഒരു വിലയിൽ ഒരു 85 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കിലാണ് നമ്മുടെ SP150 എന്ന് പറയുന്നത്. അത്രയും പെർഫോമൻസ് ഈ നമുക്കൊരു വാല്യൂ ഫോർ മണി എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനപ്പുറം നമുക്കൊരു വാല്യൂ ഫോർ മണി ബൈക്ക് നമുക്ക് 120 cc കിട്ടാനില്ല. അത്രയും തന്നെ പെർഫോമൻസും വാല്യൂ ഫോർ മണി ആയിട്ടൊരു സ്കൂട്ടർ തന്നെയാണ് നമ്മുടെ ഈ SP150 എന്ന് പറയുന്നത്. കൂടെ നമ്മൾ ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങുവാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് അടിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.